ഒരു കുപ്പി വെള്ളത്തിന് 540 രൂപ നൽകാൻ കഴിയുന്ന 2% മനുഷ്യർ ഭൂമിയിലുണ്ട്. അവർക്ക് വേണ്ടി 2.5 നൂറ്റാണ്ടായി വിപണിയിലുള്ള മിനറൽ വാട്ടറാണ് ഏവിയൻ. നമുക്കിടയിൽ ഈ കുപ്പിവെള്ളം കാണില്ല, അത് കുടിക്കുന്നത് ഇവരാണ്. 235 വർഷം മുമ്പ് 1789 ഒരു ആൽപൈൻ വേനൽക്കാല സായാഹ്നത്തിലാണ് ഏവിയൻ മിനറൽ വാട്ടർ കമ്പനിയുടെ തുടക്കം. ഫ്രഞ്ച് ആൽപ്സിന്റെ താഴ്വരയിലെ ഏവിയൻ ലെ വെയിൻസ് എന്ന ചെറുപട്ടണ പ്രാന്തത്തിൽ നടക്കാനിറങ്ങിയ മാർക്കിസ് ഡി ലെസേർട്ടിന് വല്ലാതെ വെള്ളം ദാഹിച്ചു. വൃക്ക രോഗിയായ ലെസേർട്ടിന് ഇടയ്ക്കിടെ വെള്ളം കുടിക്കേണ്ടതുണ്ടായിരുന്നു. താഴ്വരയിലെ ചെറിയ വനത്തിനുള്ളിൽ ഒരു അരുവിയുടെ ശബ്ദം കേട്ട് ചെന്ന് നോക്കിയ ലെസേർട്ട് കുളിർമയുള്ള തെളിഞ്ഞ ജലമൊഴുകുന്ന ഒരു നീർച്ചാൽ കണ്ടെത്തി. ഇന്ന് ലോകമൊട്ടാകെ പ്രതിവർഷം 200 കോടി ലിറ്റർ വിൽപ്പനയുള്ള പ്രീമിയം മിനറൽ വാട്ടർ ഏവിയന്റെ ജനനം ആ സായാഹ്നത്തിലായിരുന്നു. ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ച ലെസേർട്ടിന് തന്റെ വൃക്കരോഗത്തിന് പതിയെ ശമനമുണ്ടാകുന്നതായി അനുഭവപ്പെട്ടു. ആൽപ്സിലെ ചരിത്രാതീത ഹിമാനികൾ ഉരുകിയെത്തുന്ന തെളിനീരിൽ പർവ്വതത്തിലെ ധാതുക്കൾ കലരുന്നതിനാലാണ് ഈ വെള്ളം ഇത്ര സ്വാദുള്ളതായി അനുഭവപ്പെട്ടത്. വെള്ളം തൊണ്ടയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അറിയുക പോലും ചെയ്യാത്തത്ര സ്മൂത്ത്നെസ് എവിയൻ അരുവിയിലെ മിനറൽ വാട്ടറിനുണ്ടായിരുന്നു. താൻ കണ്ടെത്തിയ ആൽപൈൻ വാട്ടറിന് ഔഷധ ഗുണമുണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഇത് മാർക്കറ്റ് ചെയ്യാൻ ഇറങ്ങി. മോൺഷെ കഷാട്ട് എന്ന ഏവിയൻ താഴ്വരയിലെ ജന്മിയുടെ ഉടമസ്ഥതയിലായിരുന്നു ലെസേർട്ട് കണ്ടെത്തിയ ഔഷധവീര്യമുള്ള വെള്ളമൊഴുകുന്ന അരുവി. ലെസേർട്ട് കഷാട്ടിനെ നേരിൽ കണ്ട് ഈ വെള്ളത്തിന്റെ ഗുണഗണങ്ങൾ വിവരിച്ചു. അവരൊരുമിച്ച് അരുവിയിലെ വെള്ളം കുപ്പിയിലാക്കി പാരീസിൽ വിൽക്കുന്നതിന് ഒരു പദ്ധതി തയ്യാറാക്കി. തങ്ങളുടെ പട്ടണത്തിന്റെ പേരായ എവിയൻ എന്ന് തന്നെ പുതിയ മിനറൽ വാട്ടർ ബ്രാൻഡിന് പേരും നൽകി. ഒരു തരത്തിലുള്ള ഫിൽട്ടറിംഗും സീൽഡ് ബോട്ടിലിംഗും നടത്താതെ നേരെ കുപ്പിയിലേക്ക് അരുവിയിലെ വെള്ളം നിറച്ചായിരുന്നു എവിയന്റെ ആദ്യ ഉൽപ്പാദനം. പാരീസിലെ ജനം ക്യൂ നിന്ന് മിനറൽ വാട്ടർ വാങ്ങുന്നിടം വരെ എത്തിയ മാർക്കറ്റിംഗ് ആണ് കഷാട്ടും ലെസേർട്ടും നടത്തിയത്. ഫ്രാൻസ് ആകെ ഈ ഔഷധവെള്ളം ഹിറ്റായി. അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി 16 ചെവിയിലും ഈ വെള്ളത്തിന് ഖ്യാതിയെത്തി. കൊട്ടാരത്തിലേക്ക് ദിവസവും 10 ഗാലൺ ഏവിയൻ മിനറൽ വാട്ടർ എത്തിക്കണമെന്ന് അദ്ദേഹം കഷാട്ടിനെ നേരിൽ വരുത്തി നിർദ്ദേശിച്ചു. ചക്രവർത്തിയുടെ ഇഷ്ടപാനീയമാണ് ഏവിയൻ എന്ന് കൂടി കേട്ടതോടെ പാരീസിലെ പ്രഭു കുടുംബങ്ങൾ തങ്ങളുടെ കാസിലുകളിൽ ഏവിയൻ സ്റ്റോക്ക് ഉറപ്പാക്കാൻ വെപ്രാളം കൂട്ടി. പതിയെ യൂറോപ്പിലെമ്പാടും പ്രഭു കുടുംബങ്ങളുടെ അന്തസ്സിന്റെ പ്രതീകമായി മാറുകയായിരുന്നു ഏവിയൻ. അവർ അവിടെ കൊണ്ടും നിർത്തിയില്ല. കുടിക്കാൻ മാത്രമല്ല, തങ്ങൾക്ക് കുളിക്കാനും ഔഷധവെള്ളമായ ഏവിയൻ വേണമെന്ന് ഫ്രാൻസിലെ എണ്ണം പറഞ്ഞ പ്രഭുക്കൾ ആവശ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ 1806 തങ്ങളുടെ ആദ്യത്തെ സ്പാ ഏവിയനിലെ ബെയിൻസ് എന്ന ചെറുപട്ടണത്തിൽ തന്നെ അവർ തുടങ്ങി. ഏവിയന്റെയും ആ സ്പായുടെയും അഭൂതപൂർവമായ പ്രചാരം കൊണ്ട് 4 വർഷത്തിനുള്ളിൽ അത് ഹോട്ടൽ റോയൽ ഏവിയനിലെ ബെയിൻ എന്ന 5 നക്ഷത്ര ഹോട്ടലായി മാറി. 4 ഫ്രാങ്ക് ആയിരുന്നു തുടക്കത്തിൽ ഏവിയൻ മിനറൽ വാട്ടറിന്റെ ഒരു കുപ്പിക്ക് വില. ഏതാണ്ട് 1 ഗാലണോളം വരുന്ന ചില്ലുകുപ്പികളായിരുന്നു ഇവ. ഇത് കരിഞ്ചന്തയിൽ 10 ഫ്രാങ്ക് വരെ വിലയിട്ടിരുന്നു. യൂറോപ്പിലെ ദരിദ്രനാരായണന്മാർക്ക് കണി കാണാൻ കിട്ടാത്ത പ്രീമിയം ഉൽപ്പന്നമായിരുന്നു അന്നു മുതൽ ഏവിയൻ. എക്കാലവും അതങ്ങനെ തന്നെയായിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. 1970 ഏവിയന്റെ ആഗോള യാത്ര ആരംഭിക്കുന്നത്. യൂറോപ്പിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഏവിയനെ ഫ്രഞ്ച് ഭക്ഷ്യ സംസ്കരണ ഭീമനായ ഡാനോൺ വാങ്ങിയത് ആ വർഷമാണ്. 1970 തന്നെ ഏവിയൻ അമേരിക്കയിലെത്തി. രാഷ്ട്രപ്രമുഖന്മാരുടെ വിരുന്നിലും ഡിപ്ലോമാറ്റുകളുടെ പാർട്ടിയിലുമാണ് അമേരിക്കയിൽ ആദ്യം ഏവിയൻ പ്രത്യക്ഷപ്പെട്ടത്. പതിയെ ഇത് ഹോളിവുഡിന്റെയും സ്പോർട്സ് ലൈറ്റുകളുടെയും അന്തസ് കാണിക്കുന്ന പാനീയമായി. തങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് ആൽപ്സിന്റെ താഴ്വരയിലെ ആ കൊച്ചരുവിയാണെന്ന് ഏവിയന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ സംരക്ഷിക്കാനാണ് ഏവിയൻ തങ്ങളുടെ വാർഷിക ബജറ്റിന്റെ ഏറിയ പങ്കും ചെലവഴിക്കുന്നത്. 35 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഏവിയൻ ലെബെയിൻസിന്റെ കാച്ച്മെന്റ് ഏരിയയുടെ മുഴുവൻ പരിസ്ഥിതി സംരക്ഷണവും അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രതിവർഷം $250 മില്യൺ അവർ ഇതിന് മുടക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ അഗ്രഗണ്യരായിരുന്നു ഏവിയൻ. 1934 പുറത്തിറങ്ങിയ അഗത ക്രിസ്റ്റിയുടെ മർഡർ ഓൺ ഓറിയന്റ് എക്സ്പ്രസിൽ ഏവിയൻ പെയ്ഡ് സ്പോൺസർഷിപ്പ് നടത്തി തങ്ങളുടെ പ്രൊഡക്റ്റ് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഒരു സാഹിത്യ സൃഷ്ടിയിൽ ഇന്നത് ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും അസാധ്യം. എലിസാബിനെയും കെൻസോയെയും പോലെ ലോകത്തിലെ എണ്ണം പറഞ്ഞ പെയിന്റർമാരും ഡിസൈനർമാരുമാണ് കാലാകാലങ്ങളിൽ ഏവിയൻ കുപ്പികളും ലിമിറ്റഡ് എഡിഷനുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗായിക ഡിവാലൂപ്പയും ടെന്നീസ് താരങ്ങളായ എം.ആർ. എടുക്കാനുവും ഫ്രാൻസിസ് തിയാഫോയും അടക്കമുള്ളവരാണ് അവരുടെ അംബാസഡർമാർ. ഇന്ത്യയിൽ 10ലേറെ ഏജൻസികൾ ഏവിയൻ മിനറൽ വാട്ടർ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. 260 രൂപ മുതൽ 540 രൂപ വരെയാണ് ഗ്രേഡിംഗ് അനുസരിച്ച് 1 ലിറ്റർ മിനറൽ വാട്ടറിന് ഇന്ത്യയിലെ വില. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇവ ലഭ്യമാണ്. ഇനി ഒരു ബോണസ് കണ്ടന്റ് കൂടി പറഞ്ഞോട്ടെ. വേൾഡ് വാട്ടർ ക്വാളിറ്റി ഇൻഡെക്സിൽ 2ാം സ്ഥാനത്തുള്ള വെള്ളമാണ് നമ്മുടെ പാലക്കാട് സൈലന്റ് വാലിയോട് ചേർന്നുള്ള ശിരുവാണിയിലേത്. ഏവിയനേക്കാൾ ലൈറ്റ്നെസ്സും സ്മൂത്ത്നെസ്സും മിനറൽ കണ്ടന്റുമുള്ള വെള്ളം. ശിരുവാണിയിലെ വെള്ളത്തിലെ ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് 1.9 പാർട്സ് പെർ മില്യൺ. ഏവിയനിൽ ഇത് 1.7 പാർട്സ് പെർ മില്യൺ മാത്രം. ശിരുവാണിയിലെ pH മൂല്യം ഏവിയന് തുല്യം 7.2. ശിരുവാണി വെള്ളത്തിലെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന BOD 0.8 പാർട്സ് പെർ മില്യൺ. ഏവിയന്റേത് 1.1 പാർട്സ് പെർ മില്യൺ. അതായത് ഏവിയനേക്കാൾ ശുദ്ധമായ വെള്ളമാണ് ശിരുവാണിയിലേത്. ധാതുപുഷ്ടിയിലും ഏവിയനേക്കാൾ ഒരുപിടി മുന്നിലാണ് ശിരുവാണി വെള്ളം. ഒരു കാര്യവുമില്ല. ഏവിയനും ഫിജി വാട്ടറും എല്ലാം ലോകം കീഴടക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ നോക്കി വെള്ളമിറക്കിക്കൊണ്ടിരിക്കാനേ വിധിയുള്ളൂ എന്ന് മാത്രം.